Now, the fourth chapter, Chemical Kinetics. Chemical kinetics deals with the study of reaction rates and their mechanism. നമ്മൾ എന്തിനാണ് ഈ റിയാക്ഷൻ റേറ്റും മെക്കാനിസം ഒക്കെ പഠിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഒരു ചേഞ്ച് നടക്കുന്നത് എത്രമാത്രം സ്പീഡിലാണ്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ നമുക്കതിനെ നമ്മൾ ഫേവർ ചെയ്യുന്ന പ്രോസസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കണ്ടീഷൻസ്, അതിനെ സ്പീഡപ്പ് ചെയ്യാനുള്ള കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും. അല്ല, നമുക്ക് ഇഷ്ടമില്ലാത്ത റിയാക്ഷൻസ് പ്രോസസ്സാണ് നടക്കുന്നതെങ്കിൽ അതിനെ ഇൻഹറൻറ്റ് ചെയ്യാൻ, അതിനെ നമ്മൾ ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ആ റിയാക്ഷൻ സ്മൂത്തായി നടക്കാനുള്ള കണ്ടീഷൻസിനെ നമുക്ക് മാറ്റാൻ കഴിയും. But therefore, this chemical kinetics is a very good branch of science for the industrial field, that is the production field. And also, in case of a reaction rate, many reactions have many speed. Some did it in fast, but some have average rate and some processes are very slow. അങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സ്, ഫോർ എക്സാമ്പിൾ സിൽവർ നൈട്രേറ്റിലേക്ക് ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലെങ്കിൽ എനി ക്ലോറൈഡ് സൊല്യൂഷൻസ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് HCl പ്രസിപ്പിറ്റേറ്റ് ആയി. ഇറ്റ് ഈസ് എ സഡൻ പ്രോസസ്സ്, ഫാസ്റ്റ് റിയാക്ഷനാണ്. പക്ഷേ നമ്മൾ ഇരുമ്പ് തുരുമ്പ് പിടിക്കുക എന്ന് പറയുന്നത് വെരി സ്ലോ പ്രോസസ്സാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു പ്രോസസ്സാണ് ഹൈഡ്രോളിസിസ് ഓഫ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ ദർ ആർ സോ മെനി റിയാക്ഷൻസ് വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ്. ഇതൊക്കെ പല ഫാക്ടേഴ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സാധാരണ കണ്ടീഷനുള്ള കേസാണ്, പക്ഷേ നമ്മൾ കണ്ടീഷൻസ് മാറ്റുന്നതിനനുസരിച്ച് സ്പീഡ് ക്യാൻ ആൾട്ടർ. ഓക്കെ, ആൻഡ് ദ കൈനറ്റിക് സ്റ്റഡീസ് not only helps us to determine the speed or rate of a reaction, but also describe the condition by which the reaction rates can be altered. The common factors influencing rate of a reaction are concentration, temperature, pressure and catalyst. ഇതൊക്കെയാണ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കണ്ടീഷൻ. ദറ്റ് ഈസ് ദ ഫാക്ടേഴ്സ്. കോൺസെൻട്രേഷൻ, ഗാഢത, റിയാക്റ്റൻസിന് എത്രമാത്രം ഉണ്ട് എന്നത്, ടെമ്പറേച്ചർ. സാധാരണ ടെമ്പറേച്ചർ കൂടുമ്പം ഈ റിയാക്ഷൻ റേറ്റും കൂടേണ്ടതാണ്, പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. ദാറ്റ് ഈസ്, നിങ്ങൾക്കറിയാം, എൻഡോതെർമിക് പ്രോസസ്സ് എക്സോതെർമിക് പ്രോസസ്സിനും ടെമ്പറേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ്. പ്രഷർ കൂടുമ്പോൾ സാധാരണ റേറ്റ് കൂടുകയാണ് ചെയ്യുക. ആൻഡ് ഇൻ കേസ് ഓഫ് പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് എപ്പോഴും റേറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇൻ കേസ് ഓഫ് ഒരു വെഹിക്കിൾ, ഒരു കാറിൻ്റെ സ്പീഡ് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്പീഡ് ഈസ് റെഫേർഡ് ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ് പെർ ടൈം, ഇസ്ന്റ് ഇറ്റ്? ടൈം ടേക്കൺ ടു ട്രാവൽ ദാറ്റ് ഡിസ്റ്റൻസ്. യൂണിറ്റ് ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് റിയാക്റ്റൻസ് പ്രോഡക്ട്സായി മാറുന്നു. അപ്പം അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രമാത്രം റിയാക്റ്റൻസ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ എത്രമാത്രം പ്രോഡക്ട്സ് യൂണിറ്റ് ടൈമിൽ ഉണ്ടായി എന്നതിനനുസരിച്ച് നമുക്ക് റേറ്റ്, അതിൻ്റെ സ്പീഡ് പറയാൻ പറ്റും. ഓക്കെ, വെരി സ്ലോ പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുത്താലേ കുറച്ച് പ്രോഡക്റ്റെങ്കിലും ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് റിയാക്റ്റൻസ് റിയാക്ട് ചെയ്യപ്പെടുന്നത് വളരെ കൂടുതൽ സമയം കൊണ്ടായിരിക്കും. ദാറ്റ് ഈസ്, വി ക്യാൻ ഡിഫൈൻ ദ റേറ്റ് ആസ് ദ change in concentration of a reactant or product in unit time. That is, the rate of a reaction is the change in concentration of a reactant or product in unit time. That is, rate can be expressed in terms of, രണ്ട് രീതിയിൽ നമുക്ക് റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. That is, the rate of decrease in concentration of any one of the reactant. ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. റിയാക്ഷൻ നടക്കുന്നതിനനുസരിച്ച് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും, പ്രോഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരും. ആൻഡ് ദെർഫോർ ദ റേറ്റ് ക്യാൻ ആൾസോ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ പ്രോഡക്റ്റ്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഒന്നിലധികം പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ടേംസിൽ തന്നെ നമുക്കത് പറയാൻ കഴിയും. ഓക്കെ, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, മാത്തമാറ്റിക്കൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കൺസിഡർ എ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ. നമുക്കൊരു സാധാരണ ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് റിയാക്റ്റൻസ് ആർ ചേഞ്ചസ് ടു പ്രോഡക്റ്റ് P. ഇഫ് ദ R1, the concentration of R1 and concentration of P1,
That is R1 is the concentration of the reactant and P1 is the concentration of the product. ഈ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഇട്ടാൽ അതിനെ വായിക്കുക concentration of R and this is concentration of P are the concentration of R and P respectively at time T1. T1 സമയത്ത് ഈ ആറിൻ്റെ അളവ് R1ഉം പിയുടെ അളവ് P1ഉം ആണെന്ന് വിചാരിക്കാം. ആൻഡ് കുറേ കഴിഞ്ഞ് T2 സമയമാകുമ്പോഴേക്കും let the concentration of R is the concentration of R2 and the concentration of P is concentration of P2. Delta T, that is the change in time. അവസാനത്തെ ടൈം മൈനസ് ആദ്യത്തെ സമയം, that is T2 minus T1. Delta T is the change in time and is equal to T2 minus T1. And delta R, the change in concentration of reactant, can be written as R2 minus R1. ഈ R2ൻ്റെ അളവ് കുറവായിരിക്കുമല്ലോ R1നേക്കാളും, കാരണം റിയാക്ടൻസ് ഉപയോഗിക്കപ്പെടണം. അപ്പോൾ R2 minus R1 will be a negative value, isn't it? But delta P, that is change in concentration of P, can be written as P2 minus P1 and it will be a positive value as the product is produced. കൂടുന്നതിനനുസരിച്ച് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ P2യുടെ അളവ് P1നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ P2 minus P1 value will be a positive value. And therefore rate of disappearance of R കുറഞ്ഞു വരുന്നതിൻ്റെ റേറ്റ്, നിരക്ക് എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡഡ് ബൈ ദ ടൈം ടേക്കൺ, അത്രയും ഡിക്രീസ് ഉണ്ടാവാൻ എടുത്ത സമയം. ദറ്റ് ഈസ് ഇക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ R ബൈ ഡെൽറ്റ T. ദിസ് മൈനസ് സൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. That is, as the delta R value is negative and rate will always must be a positive value. റേറ്റിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അപ്പം റേറ്റിൻ്റെ പോസിറ്റീവ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ, റിയാക്റ്റൻസിൻ്റെ ടേംസിൽ പറയുമ്പോൾ ദ നെഗറ്റീവ് ഡെൽറ്റ R ബൈ ഡെൽറ്റ T എന്ന് തന്നെ എഴുതണം. ബിക്കോസ് ഡെൽറ്റ R വാല്യൂ ഈസ് എ നെഗറ്റീവ് ആൻഡ് ടു ക്യാൻസൽ ഔട്ട് ദിസ് negative value of delta R, we put a negative sign here. And rate of appearance of P is positive because delta P value is a positive and therefore it will be plus. Plus ഇവിടെ നിർബന്ധമില്ല, പോസിറ്റീവ് പ്ലസ് ഡെൽറ്റ R by delta P by delta T. Okay. Equation 1 and 2 gives the above represent the average rate of the reaction or average. Is the average rate expression. ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന റേറ്റിനെയാണ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ആറോ റിയാക്റ്റൻസോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റോ ആണ് നമ്മൾ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ യൂണിറ്റ് നമുക്കറിയാം, കോൺസെൻട്രേഷൻ പെർ ടൈം ഈസ് ദ റേറ്റ് and therefore concentration unit is mole per liter, molar concentration, mole per liter, and therefore mole per liter per second. Time is in second and therefore mole per liter per second or mole liter inverse second inverse will be the unit of rate of a reaction. And in case of gaseous reaction, gaseous reaction in the case concentration allalo, pressure alle. Concentration of gas എന്ന് പറയുന്നത് പ്രഷറാണ് and pressure is in atmosphere and therefore in case of gaseous reaction the unit of rate of reaction will be atmosphere per second. Okay, the next is new term instantaneous rate. നമ്മൾ ഇതുവരെ പറഞ്ഞ ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിലെ ആവറേജ് റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ദറ്റ് ഈസ് ക്യാൻ ബി റിട്ടൺ ആസ് ആർ ആവറേജ് ഈസ് ഇക്വൽ ടു മൈനസ് ഡെൽറ്റ R ബൈ ഡെൽറ്റ T ഈസ് ഇക്വൽ ടു ഡെൽറ്റ P ബൈ ഡെൽറ്റ T. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ സെക്കൻഡാണ്. ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിലുള്ള റേറ്റിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. അങ്ങനെ ആകുമ്പം ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് വെൻ ആവറേജ് റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ എ സ്മോൾ ഇൻ്റർവെൽസ് ഓഫ് ടൈം സേ dt. ദാറ്റ് ഈസ് ഡെൽറ്റ T അപ്രോച്ച് 0. ഇവിടെ ഡെൽറ്റ T വാല്യൂ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് 20ാമത്തെ സെക്കൻഡ് മുതൽ 40ാമത്തെ സെക്കൻഡ് വരെയുള്ള സ്പീഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ 40 - 20, അവിടെ ഒരു 20 സെക്കൻഡ് എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. പക്ഷേ ഒരു പെർട്ടിക്കുലർ ടൈമിൽ 5ാമത്തെ സെക്കൻഡിൽ സ്പീഡ് കാണുമ്പം 5ൽ എന്താണ് ഫ്രമും 2 ഇല്ല. ആൻഡ് ദർഫോർ ഡെൽറ്റ T അപ്രോച്ച് 0. അങ്ങനെ ഡെൽറ്റ T അപ്രോച്ച് 0 ആകുമ്പോൾ നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് dt എന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഡെൽറ്റ T tends to 0, approaches to 0, the instantaneous rate can be written as minus dr by dt
ആൻഡ് ഇസ് ഇക്വൽ ടു dP/dt. ഇവിടെയും മൈനസ് സൈൻ വേണേ, കാരണം കോൺസെൻട്രേഷൻ ഓഫ് ആർ ചേഞ്ച്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ചേഞ്ച് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കുറഞ്ഞതിലേക്കാണ് പോകുന്നത്, കൂടുതലിൽ നിന്ന് കുറഞ്ഞതിലേക്കാണ് പോകുന്നത്. അപ്പോൾ മൈനസ് ആയിരിക്കും ഉണ്ടാകുക. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ നെഗറ്റീവ് സൈൻ ഉണ്ടായിരിക്കണം. ഇത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്കൗട്ട് പ്രോബ്ലമാണ്, അത് കുറച്ചും കൂടി ക്ലിയർ ആവും. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അവിടെ ഒരു പ്രോബ്ലം ചെയ്ത എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഫ്രം ദ കോൺസെൻട്രേഷൻ ഓഫ് ബ്യൂട്ടൈൽ ക്ലോറൈഡ് at different times given below, calculate the average rate of the reaction. ഇവിടെ ബ്യൂട്ടൈൽ ക്ലോറൈഡിൻ്റെ ഹൈഡ്രോളിസിസ് ആണ് തന്നിരിക്കുന്നത്. ആ ഹൈഡ്രോളിസിസിൻ്റെ സമയത്ത് ബ്യൂട്ടൈൽ ക്ലോറൈഡിന് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ചേഞ്ചസ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസിലും തന്നിട്ടുണ്ട്. 0 സെക്കൻഡിൽ ഇത്ര 0.1 മോളാറാണ്, 50th സെക്കൻഡിൽ 0.0905 മോളാറാണ്. ഇങ്ങനെ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് കുറഞ്ഞു വരുന്നതാണ്. ഇതിൽ നമുക്ക് ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ 0 സെക്കൻഡ് മുതൽ 800 സെക്കൻഡ് വരെയുള്ളതാണെന്ന് വെച്ചാൽ 800 മൈനസ് 0 ആ കംപ്ലീറ്റ് അപ്പോൾ 800th സെക്കൻഡിലുള്ളത് 0.017 മൈനസ് 0.100. അപ്പോൾ അത് വെച്ച് കാണാം. പക്ഷേ നമ്മളതിന് ഓരോ ഇൻ്റർവെൽസിലുള്ള 0 സെക്കൻഡ് മുതൽ 50 സെക്കൻഡ് വരെയുള്ള റേറ്റ്, 50 സെക്കൻഡ് മുതൽ 100 സെക്കൻഡ് വരെയുള്ള, 100 സെക്കൻഡ് മുതൽ 150 സെക്കൻഡ് വരെയുള്ള അങ്ങനെയുള്ള റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ തന്നിരിക്കുന്നത്. 0 സെക്കൻഡ് മുതൽ 50 സെക്കൻഡ് വരെ, 0 സെക്കൻഡ് മുതൽ 50 സെക്കൻഡ് വരെയുള്ള റേറ്റ്, ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാൻ 0 സെക്കൻഡിലുള്ള കോൺസെൻട്രേഷനാണ് 0.1, 50 സെക്കൻഡിലുള്ളതാണ് 0.0905. ഇതാണ് R2 വാല്യൂ, ഇത് R1 വാല്യൂ. R2 മൈനസ് R1 നെഗറ്റീവ് ആയിരിക്കും. ആ നെഗറ്റീവ് വാല്യൂവിനെ നമ്മൾ ഒഴിവാക്കാനാണ് ഇവിടെ മൈനസ് സൈൻ ഉള്ളത്. ഓക്കെ, ദറ്റ് ഈസ് R2 മൈനസ് R1 ഡിവൈഡ് ബൈ T2 മൈനസ് T1 ഇസിക്കൽ ഇൻറ്റു 10⁴ ഇത് എല്ലാം 10⁴ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ കണ്ടാൽ മനസ്സിലാവും. ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദറ്റ് ഈസ് ആസ് ടൈം ഗോയിങ് ഓൺ ദ ആവറേജ് റേറ്റ് ഡിക്രീസസ്. അത് നമുക്ക് ഉറപ്പാണ്. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് റേറ്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. സ്പീഡ് കുറഞ്ഞു വരും. പക്ഷേ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ 600th സെക്കൻഡിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കണം, ആ ടൈമിലുള്ള റേറ്റ്. അപ്പോൾ നമ്മൾ 600th സെക്കൻഡിന് നേരെ ഗ്രാഫിൽ അതിന് ഗ്രാഫ് വരയ്ക്കണം. ഓരോ ദാറ്റ് ഈസ് Y ആക്സിസിൽ കോൺസെൻട്രേഷനും X ആക്സിൽ ടൈമും വരുന്ന ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ഒരു ഗ്രാഫ് കിട്ടും. റിയാക്റ്റൻസിൻ്റെ വെച്ചിട്ടുള്ള ഗ്രാഫ് ആയതുകൊണ്ട് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ടൈം അനുസരിച്ച് കുറഞ്ഞു നെഗറ്റീവ് സ്ലോപ്പുള്ള ഗ്രാഫായിരിക്കും. ആൻഡ് ആ ഒരു 600 സെക്കൻഡിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കുക. ആ 600 സെക്കൻഡിൻ്റെ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് വാല്യൂ മൈനസ് സ്ലോപ്പ് വാല്യൂ ആയിരിക്കും ദാറ്റ് ഈസ് ദ മൈനസ് ഓഫ് ദ സ്ലോപ്പ് വാല്യൂ ആയിരിക്കും. കാരണം നെഗറ്റീവ് സ്ലോപ്പുള്ള ഗ്രാഫാണ്. അപ്പോൾ നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവ് വാല്യൂ കിട്ടുള്ളൂ. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് 600th സെക്കൻഡിലെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് ദീസ് ഏകദേശം 0.02 താഴെ, ദാറ്റ് ഈസ് 0.0165 മൈനസ് 0.037 ഈ 0.4ൻ്റെ താഴെ 0.037 ആണ് കൂടുതൽ. അപ്പോൾ ഈ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അത് ക്യാൻസൽ ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് സൈന് നമുക്ക് വെക്കണം. മൈനസ് ഓഫ് ആൻഡ് ഇസിക്കൽ ടു ഇറ്റ് ഈസ് 400 ആയിരിക്കും T2 വാല്യൂ. ദറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് നമുക്കിങ്ങനെ ഓരോ സെക്കൻഡിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഇതേപോലെ ടാൻജൻറ്റ് വരച്ച് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ കഴിയും. ഇത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ കാണാം. Consider a graph with concentration plotted against the time along the x-axis. Let the concentration of reactant is plotted. ഇവിടെ റിയാക്റ്റൻസ് ആണ് വരച്ചത്, അതുകൊണ്ടാണ് സ്ലോപ്പ് അങ്ങനെ താഴേക്ക്. റിയാക്റ്റൻസിൻ്റെ അളവ് ടൈം കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരികയാണ്. Time against x-axis. Let at T1 second the concentration of reactant be C1 and at T2 second the concentration be C2, and C2 minus C1 is the concentration difference delta R. T2 minus T1 is the
delta t value, that is the time interval, and therefore the average rate can be written as minus delta r by delta t. The negative sign is for the negative value of delta r, as the C2 value is lesser than that of C1. The C2 minus C1 will be a negative, and to get a positive value for the average rate, we put a negative sign for the equation. That is, the average rate can be written as minus of C2 minus C1 divided by T2 minus T1. This is the average rate. Average rate is the rate of a chemical reaction at a particular time interval. And for instantaneous rate is the rate of a reaction at a given time t. At t second, this point indicates the concentration of the reactant at time t. The instantaneous rate, draw the slope of the graph, and the slope is the dy by dx value, and the dy value is the dr, that is the small change in concentration of reactant, and the dx value is the dt, that is infinitesimally small change in the value of time. ഇത് റിയാക്റ്റൻസിനെ വെച്ച് പോലെ തന്നെ നമുക്ക് പ്രോഡക്ട്സിൻ്റെ വെച്ചിട്ടും ഇതേപോലെ ഗ്രാഫ് വരയ്ക്കാൻ കഴിയും. അപ്പം കോൺസെൻട്രേഷൻ അഗെൻസ്റ്റ് അലോങ് ദ വൈ ആക്സിസും ടൈം അലോങ് ദ എക്സ് ആക്സിസും ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാൻ ഇപ്പോൾ T1 മുതൽ T2 വരെയുള്ള സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ T1 സെക്കൻഡിലുള്ള കോൺസെൻട്രേഷൻ C1 എത്രയാണെന്ന് നോക്കുക, T2 സെക്കൻഡിലുള്ള കോൺസെൻട്രേഷൻ C2 എത്രയാണെന്ന് നോക്കുക. C2 ഇവിടെ എന്തായിരിക്കും, C1നേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ C2 മൈനസ് C1 പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ആ സമയത്ത് ദാറ്റ് ഈസ് C2 മൈനസ് C1 വിൽ ബി ദ ഡെൽറ്റ പി, ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് കിട്ടും. ആൻഡ് T2 മൈനസ് T1 വാല്യൂ വിൽ ബി ദ ഡെൽറ്റ ടി വാല്യൂ. ആൻഡ് ദർഫോർ ദ ആവറേജ് റേറ്റ് ഈസ് ദ ഡെൽറ്റ പി വാല്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി വാല്യൂ. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ്റെ ആവശ്യമില്ല. C2 മൈനസ് C1 ഡിവൈഡ് ബൈ T2 മൈനസ് T1 ആയിരിക്കും. പക്ഷേ അത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാൻ ഒരു ടി സെക്കൻഡിൽ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്, അപ്പോൾ ടി സെക്കൻഡിൽ നേരെ ഗ്രാഫ് മുട്ടിക്കുക, ആ ഗ്രാഫിലെ പോയിന്റിൽ ടാൻജൻറ്റ് വരയ്ക്കുക, ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ദാറ്റ് ഈസ് ദ ഡി പി മൈനസ് ഡി ടി, ഡി വൈ ബൈ ഡി എക്സ് ഡി പി ബൈ ഡി ടി വിൽ ബി ദ, ഈ റെക്റ്റാങ്കിൾ എത്രയും ചെറുതാക്കുന്നോ അത്രയും ചെറുതായി വരയ്ക്കുമ്പോഴാണ് ഷാർപ്പ് വാല്യൂ കിട്ടുക. ഓക്കെ, ഡി ടി വാല്യൂ ആൻഡ് ഡി പി വാല്യൂ വളരെ കുറയ്ക്കുകയാണ് വേണ്ടത്. ഇൻഫിനിറ്റിസിമലി സ്മാൾ ചേഞ്ചാണ് വരുത്തേണ്ടത്. ഓക്കെ.